ഉരുൾപൊട്ടൽ സകലതും തൂത്തെറിഞ്ഞ വയനാട്ടിലേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സഹായ ഹസ്തങ്ങൾ എത്തുകയാണ്. ഇപ്പോൾ ക്രഷർ ഓണേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയും 10 വീടുകൾ സർക്കാർ നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അവരുടെ ഭാരവാഹികൾ തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടത്? വയനാട്ടിലുണ്ടായ ഈ മഹാദുരന്തത്തിൽ കേരളത്തിന് എന്തൊക്കെ ദുരിതം സംഭവിക്കണോ അപ്പോൾ ഒക്കെ തന്നെ ക്രഷർ ഓണേഴ്സ് അസോസിയേഷൻ പരമാവധി സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 3-4 ലോഡോളം അരിയും പച്ചക്കറിയും തുണിത്തരങ്ങളും കൊണ്ടുപോകാനായിരുന്നു ആദ്യത്തെ തീരുമാനം. അതങ്ങ് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി ADM-നോട് സംസാരിച്ചപ്പോൾ നിങ്ങളുടെ ഈ വക സാധനങ്ങളൊന്നും അവിടെ ആവശ്യത്തിനുണ്ട്, വേറെ വല്ല സഹായം നിങ്ങൾ ആലോചിക്കണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് പാലക്കാട് ജില്ലാ ക്രഷർ ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി കൂടുകയും ഭാരവാഹികളും എല്ലാവരും കൂടി ആലോചിച്ച് 10 വീട് ഗവൺമെൻറ് നിശ്ചയിക്കുന്നവർക്ക് അർഹതപ്പെട്ടവർക്ക് കൊടുക്കാൻ ഒരു തീരുമാനമെടുക്കുകയും ആണ് ഇന്ന് ചെയ്തിരിക്കുന്നത്. ഇതിൽ എല്ലാ ഘട്ടത്തിലും ദുരന്തങ്ങൾ എന്ത് സംഭവിക്കണം അസോസിയേഷൻ്റെ പരമാവധി സഹായം എല്ലാ ഘട്ടത്തിലും ചെയ്യാറുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഇന്നിപ്പോഴും ചെയ്തിരിക്കുന്നത്. ഇതൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നുണ്ട്. നിവൃത്തിയില്ലാത്തൊരു സാഹചര്യത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ കൊടുക്കാൻ എന്നും സന്നദ്ധരായിരിക്കും എന്ന് ക്രഷർ ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് പറയും. ഇപ്പോൾ ഈ അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഒരുപാട് പഴി കേൾക്കുന്ന ആളുകളാണ്. നമ്മുടെ ഇതിൻ്റെ മൂലമാണ് ഉണ്ടാകുന്നതെന്നൊക്കെ ഉള്ള അങ്ങനെയുള്ള പഴി നിങ്ങൾ പലപ്പോഴും കേൾക്കാറുണ്ടല്ലേ? ഇത് ഞങ്ങളുടെ മേഖലയിൽ എന്നും പഴി കേൾക്കുന്ന ഒരു വിഭാഗമാണ് ഞങ്ങൾ. ഒരു സമൂഹത്തിൻ്റെ ഏത് വിഷയങ്ങളിലും നാനാതുറകളിലും ഞങ്ങളുടെ അസുഖങ്ങളായാലും ദുരന്തങ്ങളായാലും കല്യാണം എല്ലാ മേഖലകളിലും എന്നും ജനങ്ങളുമായി ഏറ്റവും ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. പക്ഷേ ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം പുറം ലോകങ്ങൾ അറിയാറില്ല. അത് വിവിധ സംഘടനകൾ ആ ക്രെഡിറ്റ് തട്ടിയെടുക്കരുത്. ഇപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ ഞങ്ങൾ നേരിട്ട് രംഗത്തിറങ്ങുന്നു. ഇപ്പോൾ തന്നെ നെല്ലിയാമ്പതിയിൽ റോഡ് ബ്ലോക്കായിട്ടാണ്. അവിടെ ഒരു 5 ദിവസം എടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ജിയോളജിപ്പോൾ ഞങ്ങളെ വിളിച്ചു. ഞങ്ങൾ കൂടെ തന്നെ ഇവിടുന്ന് നേരെ പോകുന്നത് നെല്ലിയാമ്പതിയിലേക്കാണ്. ഞങ്ങളുടെ ഹിറ്റാച്ചികളൊക്കെ ഇറക്കണമെങ്കിൽ ഇറക്കി അത് എത്രയും പെട്ടെന്ന് ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടിയായിട്ട് ഞങ്ങൾ പോകുന്നത്. എക്കാലത്തും പിന്നെ ഇപ്പോൾ വന്നു, കോവിഡ് വന്നു, പ്രളയം വന്നു, അന്നൊക്കെ ഞങ്ങൾ ഓരോ കോടി രൂപയാണ് സർക്കാരിൻ്റെ ദുരിതാശ്വാസ ഫണ്ടിൽ സംഭാവന ചെയ്തത്. എന്നും സമൂഹത്തിൻ്റെ ഈ ദുരന്തങ്ങളും എല്ലാ പ്രവർത്തനങ്ങളിലും ഒപ്പം നിൽക്കുന്ന ആളുകളാണ്. ഞങ്ങൾക്ക് നിർഭാഗ്യവശാൽ പൊതുസമൂഹത്തിൽ നിന്നും നിങ്ങളുടെ മീഡിയയുടെ ഭാഗത്തു നിന്നും ഒരു സപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഞങ്ങളെന്ന ഈ രാജ്യത്തെ എല്ലാ വിഷയപ്രവർത്തനവും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് എല്ലാം ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്തിട്ട് സമ്പാദന മേഖലയാണ്. അത് പുറംലോകം അറിയുന്നില്ല. സംഘടന ഞങ്ങൾക്കുണ്ട്. അതുകൂടി ഈ അവസരത്തിൽ പങ്കുവയ്ക്കുകയാണ്. എന്തായാലും സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം ഇത്തരത്തിലുള്ള സംഘടനകൾ വീടുകളും മറ്റും നിർമ്മിച്ചു നൽകാൻ മുന്നോട്ട് വരുന്നത് സ്വാഗതം ചെയ്യേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും ഇതിനുള്ള അനുമതി പത്രം ഇതിനോടകം അവർ ജില്ലാ കളക്ടർക്ക് നൽകി കഴിഞ്ഞു. ഇനി മറ്റു മുറയ്ക്ക്, അതായത് സർക്കാർ നിർദ്ദേശിക്കുന്ന സമയത്ത് എവിടെയാണോ അത് നൽകേണ്ടത് ആ ഇടങ്ങളിൽ വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നാണ് സംഘടന അറിയിക്കുന്നത്. പാലക്കാട് നിന്ന് രാജീവ് സുദേവിനൊപ്പം നിഖിൽ പ്രമേഷ്, 24.